നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പേരൂർക്കട അടുത്തുള്ള അസറ്റ് ഹോംസിൻ്റെ സണ്ണി ഡേയ്സ് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിലാണ്. പേരൂർക്കടയിൽ നിന്നും മണ്ണന്തലയ്ക്ക് പോകുമ്പോൾ ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. ആ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ് വരുന്നത്. പുതിയ പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ എല്ലാവിധ ആമ്നിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പം വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഔട്ടർ ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും നമുക്ക് നല്ല പച്ചപ്പാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിറ്റിയുടെ നടുക്കായിട്ട് പോലും നമുക്ക് സിറ്റിയുടെ ആ ഒരു തിരക്ക് നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. നമുക്കൊന്ന് വെളിയിലിറങ്ങിയിരിക്കണമെങ്കിലൊക്കെ പറ്റുന്ന രീതിയിൽ ഔട്ടർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞു എല്ലാവിധ അമ്യൂണിറ്റീസും ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ, കിഡ്സ് പ്ലേ ഏരിയ, ജിമ്മ്, അങ്ങനെ എല്ലാ പ്രീമിയം അമ്യൂണിറ്റീസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് കയറി വരുമ്പം വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോബി ഏരിയ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് 11ാം നിലയിലെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കാണാൻ പോകുന്നത്. നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഫൊയർ ഏരിയയ്ക്ക് ശേഷം ലിവിങ് കം ഡൈനിങ് സ്പേസാണ് ഇവിടെ കാണാവുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ, അതായത് ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 11ാം നിലയിലായതുകൊണ്ട് തന്നെ നല്ല ഒരു വൈഡ് വ്യൂ നമുക്കിവിടെ ലഭിക്കുന്നു. 3 ബെഡ്റൂമുകളാണ് ഈ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. ലിവിങ്, ഡൈനിങ്, അതിനുശേഷമാണ് കിച്ചണും അതുപോലെ തന്നെ മറ്റ് 3 ബെഡ്റൂമുകളും വരുന്നത്. നമുക്ക് ആദ്യം കിച്ചൺ ഒന്ന് കാണാം. ബിൽഡർ ഹാൻഡ് ഓവർ ചെയ്ത അതേ രീതിയിൽ തന്നെ സ്ലാബ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ്. അതുപോലെ നമുക്കിവിടെ സെൻട്രലൈസ്ഡ് ഗ്യാസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു സെപ്പറേഷൻ പോലെ കൊടുത്തിട്ട് ആ ഒരു വർക്ക് ഏരിയയും കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്നതിന് പുറത്ത് ചെറിയൊരു സ്പേസും കൂടെ ലഭിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുവാണെങ്കിൽ ഈ കാണുന്ന ഒരു ടോയ്ലറ്റാണ്. നമുക്ക് പൗഡർ റൂം എന്നൊക്കെ പറയുന്ന ആ ഒരു ടോയ്ലറ്റ്, അതായത് ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂമിനുള്ളിലല്ലാത്ത ഒരു ടോയ്ലറ്റ് സ്പേസാണത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസിൻ ഏരിയ കണ്ടു. അതിനടുത്തായിട്ടാണ് നമുക്കിനി 3 ബെഡ്റൂമുകളും വരുന്നത്. ഇതാണ് നമ്മളുടെ 1ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമുകളെല്ലാം തന്നെ അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ളിലേക്ക് വെട്ടമൊക്കെ വരുന്നുണ്ട്. ഞാനിവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനുള്ളിലേക്ക് എന്തോരം വെട്ടം കയറി വരുന്നു എന്നുള്ളത്. അപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഫ്ലാറ്റിനുള്ളിലേക്ക് പകൽ നല്ല വെളിച്ചം കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് നൽകുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല വലിപ്പമുണ്ട്. ഈ ബെഡ്റൂമിന് നമുക്കൊരു ബാൽക്കണിയും കൂടെ ലഭിക്കുന്നുണ്ട്, ഒരു കോർണർ സൈഡ് ബാൽക്കണി. നമുക്കത് കാണുന്നതിന് മുമ്പ് ബാത്റൂം ഒന്ന് കാണാം. ബാത്റൂം എല്ലാം ഏകദേശം സിമിലർ ടൈപ്പ് തന്നെയാണ്. കൺസീൽഡ് ഫ്ലഷിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബാൽക്കണി സ്പേസാണ് നമ്മളുടെ ആ ഒരു ബെഡ്റൂമിന് പറ്റുന്ന രീതിയിലുള്ളത്. പക്ഷേ ഇത് കോർണർ സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്ത് ലിവിങ് റൂമിൽ കണ്ട ബാൽക്കണിയേക്കായാലും കുറേ കൂടെ ഒരു വൈഡ് ആംഗിൾ വ്യൂസ് നമുക്കിവിടെ ലഭിക്കും. നമ്മൾ വന്ന റോഡൊക്കെ താഴെ കാണാം. അപ്പോൾ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഇനി നേരെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നു. അപ്പം ഇവിടെയും നമുക്കൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് നമുക്ക് ഒരു വാർഡ്രോബിൻ്റെ സ്പേസും കിട്ടുന്നുണ്ട്. സാധാരണ ഞാൻ മറ്റു വീഡിയോയിലൊക്കെ പറയാറുണ്ട്, ഇതുപോലുള്ള സ്പേസ് നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ്. കാരണം വാർഡ്രോബൊന്നും വെക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് നഷ്ടപ്പെടില്ല. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പുറത്ത് കണ്ട പോലെ തന്നെയുള്ളൊരു ബാത്റൂം സ്പേസാണ്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം. ഏകദേശം 1643 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. റൂംസിനൊക്കെ അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുണ്ട്. അതുപോലെ 2 ബാൽക്കണി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ ഒരു ഹൈ റൈസ് ബിൽഡിങ്ങിൽ അപ്പാർട്ട്മെൻറ്റ് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അസറ്റിൻ്റെ സണ്ണി ഡേയ്സ്. അപ്പം ഇതൊരു ഓണർ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. P42 എന്ന ID വെച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓണറുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നതുമാണ്. വീണ്ടും മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ട് ഉടനെ കാണാം. ബൈ.